ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. USA മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അതുൽ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാണ്. നേരത്തെ ഞാൻ എൻ്റെ ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നത്, പക്ഷേ ഇന്നാണ് വിസ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത്. അങ്ങനെ വീണ, കണ്ണൂരിൽ നിന്നുള്ള വീണയ്ക്ക് വിസ അപ്രൂവ് ആയിരിക്കുന്നു. 10 വർഷത്തെ B1 B2 വിസ അപ്രൂവായി. ബയോമെട്രിക് ഇൻ്റർവ്യൂ രണ്ടും ഡൽഹിയിലായിരുന്നു. ഒന്ന് നവംബർ 18. ബയോമെട്രിക്കും ഇൻ്റർവ്യൂവും രണ്ടും ഡൽഹിയിൽ തന്നെയായിരുന്നു. ബയോമെട്രിക് നവംബർ 18 ഡിസംബർ 12 കോൺസുലർ ഇൻ്റർവ്യൂ. നമ്മൾ വീണയുടെ ഒരു ട്രാവൽ പർപ്പസ് സെറ്റ് ചെയ്തത് ഒരു സോക്കർ ഫാനായിട്ടായിരുന്നു. അതായത് ഫിഫ വേൾഡ് കപ്പ് 2026 പങ്കെടുക്കാനായിട്ട് വീണ US പോകുന്നതായിട്ടായിരുന്നു ഞങ്ങൾ ഒരു സ്റ്റോറി പ്ലാൻ ചെയ്തത്. അതനുസരിച്ചുള്ള ഐറ്റിനറിയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ ഒക്കെ ആയിട്ട് ചെയ്തു. DS-160 എല്ലാം ചെയ്തു. അപ്പോൾ പിന്നെ ഒരു കാര്യം, വീണയുടെ ഒരു കാര്യത്തിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്. കാരണം ഷീ വർക്ക് റിയലി ഹാർഡ്. എന്ന് വെച്ചാൽ അവസാനത്തെ ഒരു 3-4 ദിവസമാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നാൾ വലിയ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും വിസയ്ക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് നാൾ വീണ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുത്ത ഇൻപുട്ടുകൾ വെച്ചിട്ടും അല്ലാതെയൊക്കെ വീണ കുറേ റിസർച്ച് നടത്തി. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന പോലും അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുന്നതിന് പോലും ഇതിനെ കാണരുത്. ഇതൊരു ഒരു 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 ഫോർമൽ അല്ലെങ്കിൽ ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു കോൺവെർസേഷനായിട്ട് മാത്രമേ ഇതിനെ ട്രീറ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ബലം പിടിച്ച് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുന്ന പോലെ ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ട്രൈ ടു ബി കൂൾ. നിങ്ങൾക്ക് കഴിയാവുന്നതിനെ അത്രയും കൂളായിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളുടെ ഇൻറ്റൻറ്റ് സെറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഐറ്റിനറി, നിങ്ങളുടെ ട്രാവലിൻ്റെ ഇൻറ്റൻറ്റ്, അതെല്ലാം സെറ്റ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഫസ്റ്റ് നിങ്ങളുടെ പ്രസൻസാണ് ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ഒരു ജെന്യൂനിറ്റി, നിങ്ങളുടെ ട്രാവൽ ഇൻറ്റൻറ്റ്, അതൊക്കെയാണ് നിങ്ങളുടെ പ്രസൻസ്. നിങ്ങൾ ആ റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ, വൺസ് ആ കൗണ്ടറിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളവിടെ കൊണ്ടുവരുന്ന ആ ഒരു ഓറ, ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ വീണയുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ വീണ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി. വീണയുടെ ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചു. 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. വിസ അപ്രൂവായി. കാരണം വീണ ക്രാക്ക് ഇറ്റ്. വീണ ക്രാക്ക് ദ കോഡ്. ആ കോഡ് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാതെ ഇവിടെ സായിപ്പുമാരെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ആകാശത്തുനിന്ന് പൊട്ടി വീഴണമെന്നോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ കോഡ് ക്രാക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ജെന്യൂനായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ DS-160 എന്താണോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ സെറ്റ് ചെയ്തത് എന്താണോ അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. ആ ചോദ്യങ്ങളെ ക്ലിയർ ആയിട്ട് ടാക്കിൾ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യുക. സോ അതാണ് ഇതിൻ്റെ ഒരു മന്ത്ര ഫോർ സക്സസ് when you are attending a B1 B2 visa interview. അപ്പോൾ എനിവേസ്, കൺഗ്രാജുലേഷൻസ് വീണ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ് വർക്കിംഗ് വിത്ത് യു. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ ദ റിവ്യൂ. വീണ നമ്മുടെ ഗൂഗിൾ പ്രൊഫൈലിലൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. യു ഷുഡ് റീഡ് ഇറ്റ്. ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്, വീണ. And Veena also sent her visa copy, so I'll be showing that to you now. അപ്പം ഈ ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പം തുടർന്നും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 80ഓളം വിസ നമ്മൾ ചെയ്തതിൽ ഒരു 44-45 അടുത്ത വിസ നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. പലരുടെയും വീഡിയോസോ അല്ലെങ്കിൽ അവരുടെ ഫേസ് കാണിക്കാൻ പലരും വിസമ്മതിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. ഞാൻ ആരെയും പ്രഷർ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ വീണയുടെ വിസയുടെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. വീണയ്ക്കും ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീണയെ കൊണ്ട് വീഡിയോ ചെയ്യിക്കാൻ ശ്രമിക്കുമായിരുന്നു. സോ അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് വീണ. അപ്പം തുടർന്നും ഇതുപോലുള്ള വീഡിയോ ആയിട്ടും US വിസ സംബന്ധമായ ന്യൂസ് അപ്ഡേറ്റ്സ്, ടിപ്സ്, ട്രിക്സ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സഹകരണത്തിനും വളരെ നന്ദി ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്.